ഹായ്, നമ്മളിപ്പോൾ അധികം നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. നമ്മുടെ വിഷയം സൈക്കോളജി അല്ലെ, മനഃശാസ്ത്രം, ചൈൽഡ് സൈക്കോളജി. ഇന്ന് നമ്മൾ ഒരു ചെറിയൊരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഇന്ന് പഠിക്കുന്ന ടോപ്പിക്കാണ് വളർച്ച, വികസനം അല്ലെ, ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. ഏത് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താലും വളർച്ച, വികസനം എന്ന ടോപ്പിക് ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് കാണാൻ സാധിക്കത്തില്ല അല്ലെ. അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഏതാണ്? വളർച്ച, വികസനം എന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. ആദ്യം തന്നെ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, എന്താണ് വളർച്ച, എന്താണ് വികസനം? അപ്പൊ തമ്മിൽ എന്താണ് വ്യത്യാസം എന്ന് പറയുന്നത്? എന്ത് വളർച്ച, എന്താണ് വികസനം? ഒറ്റ വാക്കിൽ പഠിക്കാം അല്ലെ. വളർച്ച എന്ന് പറയുന്നത് ശാരീരികവും ഘടനാപരവുമായ മാറ്റമാണെങ്കിൽ വികസനം എന്ന് പറയുന്നത് സമഗ്രമായ മാറ്റമാണ് അല്ലെ. വളർച്ച എന്ന് പറയുന്നത് ശാരീരികവും ഘടനാപരവുമായ മാറ്റത്തെ കാണിക്കുന്നുവെങ്കിൽ വികസനമോ നമ്മളിലെ സമഗ്രമായ മാറ്റത്തെയാണ് കാണിക്കുന്നത്. വളർച്ച ഒരു പരിധി കഴിയുമ്പോഴേക്കും അത് എന്താണ്? നിന്നു പോകുന്ന ഒന്നാണ്. പക്ഷെ വികസനമോ, വികസനം എന്ന് പറയുന്നത് കണ്ടിന്യൂവസ് പ്രോസസ് ആണ്. അപ്പൊ ഞാൻ ഡൗട്ട് ചോദിക്കട്ടെ, വികസനം എന്ന് പറയുന്നത് ജനനം മുതൽ മരണം വരെയാണോ, ഗർഭാവസ്ഥ മുതൽ മരണം വരെയാണോ? പറയാമോ? അപ്പൊ അങ്ങനെയെങ്കിൽ ജനനം മുതൽ മരണം വരെയുള്ള പ്രോസസ്സിന് പറയുന്ന പേരെന്താണ്? രണ്ടെണ്ണം ഉണ്ടല്ലേ, ഒന്ന് വികസനം, ഒന്ന് പഠനം. ജനനം മുതൽ മരണം വരെ സംഭവിക്കുന്നത് പഠനവും, ഗർഭാവസ്ഥ മുതൽ മരണം വരെ സംഭവിക്കുന്നത് വികസനവുമാണ്. അത് നിങ്ങൾ മനസ്സിൽ ഓർത്ത് വെച്ചോണം കേട്ടോ. എന്താണ്? ജനനം മുതൽ മരണം വരെ നടക്കുന്ന പ്രക്രിയക്ക് പറയുന്ന പേര് പഠനം എന്നാണ്. എന്നാൽ ഗർഭാവസ്ഥ മുതൽ മരണം വരെ നടക്കുന്ന പ്രക്രിയ വിളിക്കുന്ന പേര് വികസനം എന്നാണ്. സമഗ്രമായ മാറ്റമാണ് അല്ലെ. അത് തുടങ്ങുന്നത് ഒരു കുട്ടി അമ്മയുടെ ഗർഭപാത്രത്തിൽ ജനിക്കുമ്പോൾ മുതൽ ആരംഭിക്കുന്ന ഒന്നാണ്. പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ നടക്കുന്ന പ്രോസസ് എന്താണ്? പഠനമാണ്. ഓക്കെ അല്ലെ. വളർച്ച എന്ന് പറഞ്ഞാൽ ശാരീരികവും ഘടനാപരവുമായ മാറ്റത്തെ കാണിക്കുന്നുവെങ്കിൽ വികസനം എന്ന് പറയുന്നത് സമഗ്രമായ മാറ്റത്തെ കാണിക്കുന്നു. തമ്മിലുള്ളൊരു വ്യത്യാസം നമുക്ക് നോക്കാം. ഓക്കെ അല്ലേ. വളർച്ച, ഒരാളുടെ വളർച്ച നമുക്ക് എന്ത് ചെയ്യാം? നിരീക്ഷിക്കാനും പറ്റും, അളക്കാനും സാധിക്കും. എന്നാൽ വികസനമോ അത് നിരീക്ഷിക്കാനും അളക്കുവാനും സാധിക്കില്ല. ഒരാൾക്ക് എത്ര തൂക്കമുണ്ട്, ഒരാൾക്ക് എത്ര പൊക്കമുണ്ട്, അല്ലെങ്കിൽ മുടിക്ക് എത്ര നീളമുണ്ട്, നമുക്കത് അളന്ന് പറയാൻ സാധിക്കും. എന്നാൽ ഒരാളുടെ മാനസിക വളർച്ച എത്രയാണ്, അല്ലെങ്കിൽ സാമൂഹിക വികസനം എത്രയാണ്, വൈജ്ഞാനിക വികസനം എത്രയാണ്, ആരാലും അളക്കാൻ ബുദ്ധിമുട്ടാണ് അല്ലെ. അത് തന്നെയാണ് മെയിൻ വ്യത്യാസം എന്ന് പറയുന്നത്. വളർച്ച എന്നത് പാരിമാണികമാണ്. പാരിമാണികം എന്ന് പറഞ്ഞാൽ നമ്പർ കൊണ്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ സാധിക്കും. എന്നാൽ വികസനമോ ഗുണാത്മകമാണ്. എന്ന് വെച്ചാൽ എന്താണ്? നമുക്ക് ഒരിക്കലും അളക്കുവാൻ സാധ്യമല്ല. വളർച്ച എന്ന് പറയുന്നത് വികസനത്തെ സ്വാധീനിക്കുന്ന ഒന്നാണ്. ഇനി വളർച്ച സംഭവിച്ചില്ലെങ്കിലും വികസനം നടന്നുകൊണ്ടിരിക്കും അല്ലെ. വളർച്ച നമ്മൾ പറയും ഒരു പ്രായം കഴിയുമ്പോൾ നിന്നു പോകുന്ന ഒന്നാണ്. വികസനം എന്ന് പറയുന്നത് ഒരിക്കലും അവസാനിക്കാത്ത ഒന്നുമാണ്. ഇനി പറയാം, വളർച്ച എന്ന് പറയുന്നത് പാരമ്പര്യത്തെയും പരിസ്ഥിതിയെയും ആശ്രയിച്ചിരിക്കുന്നു. അപ്പോ വികസനമോ പാരമ്പര്യത്തെയും പരിസ്ഥിതിയെയും മാത്രമാണോ ആശ്രയിക്കുന്നത്? അല്ല. വികസനം എന്ന് പറയുന്നത് പാരമ്പര്യത്തെയും പരിസ്ഥിതിയെയും പഠനത്തെയും പരിപക്വതയെയും ആശ്രയിച്ചാണ് ഇരിക്കുന്നത് അല്ലെ. വളർച്ച പാരമ്പര്യത്തെയും പരിസ്ഥിതിയെയും ആശ്രയിക്കുമ്പോൾ വികസനം പാരമ്പര്യം, പരിസ്ഥിതി, പഠനം, പരിപക്വത 4 ഘടകങ്ങളെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ഓക്കെ അല്ലേ? വളർച്ച, വികസനം ഓക്കെ അല്ലേ? എന്ത് പറയാം? വളർച്ച എന്ന് പറയുന്നത് ഒരാളുടെ ശാരീരികവും ഘടനാപരവുമായ മാറ്റമാണെങ്കിൽ വികസനം എന്ന് പറയുന്നത് ഒരാളിലെ സമഗ്രമായ മാറ്റത്തെ കാണിക്കുന്നു. വളർച്ച നമുക്ക് അളക്കാൻ സാധിക്കുമെങ്കിൽ വികസനം നമുക്ക് ഒരിക്കലും അളക്കാൻ സാധ്യമല്ല, നേരിട്ട് നിരീക്ഷിക്കുവാനും സാധ്യമല്ല. ഓക്കെ അല്ലേ? ഇനി നമുക്ക് നോക്കാം വികസന ഘട്ടങ്ങളെ കുറിച്ച്. അതിൽ ഒന്നാമത് നമ്മൾ പഠിക്കുന്ന വികസന ഘട്ടം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. എന്താണ് വികസനം എന്ന് പറയുന്നത്?
ജനനം മുതലാണോ? അല്ല, ഗർഭാവസ്ഥ മുതൽ മരണം വരെ നടക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ വികസനം എന്ന് പറയുന്നത്. അപ്പോ വികസന ഘട്ടം ആരംഭിക്കുന്നത് തന്നെ എവിടുന്നായിരിക്കണം? ഗർഭാവസ്ഥ മുതലായിരിക്കണം. അപ്പോ വികസന ഘട്ടത്തിന്റെ ഒന്നാമത്തെ ഘട്ടം നമുക്ക് പഠിക്കാം. അതിന് പറയുന്ന പേരാണ് ജനന പൂർവഘട്ടം എന്ന് വിളിക്കും, അല്ലെ? ജനന പൂർവഘട്ടം, പ്രീനേറ്റൽ പീരീഡ്. അതെങ്ങനെയാണ്? ഒരു മനുഷ്യന്റെ ഗർഭാവസ്ഥ അല്ലെങ്കിൽ ഗർഭകാലമാണ് നമ്മൾ ഏത് പേരിൽ അറിയപ്പെടുന്നത്? ജനന പൂർവഘട്ടം എന്നറിയപ്പെടുന്നത്. ഒരു മനുഷ്യന്റെ ഗർഭകാലയളവ് എത്ര ദിവസമാണ് അറിയാമോ? ഒരു മനുഷ്യന്റെ ഗർഭകാലയളവ് എന്ന് പറയുന്നത് 280 ദിവസങ്ങളാണ്. ആ 280 ദിവസം വരുന്ന വികസന ഘട്ടത്തെ വിളിക്കുന്ന പേരാണ് എന്ത്? ജനന പൂർവഘട്ടം എന്ന് വിളിക്കുന്നത്. ഈ ജനന പൂർവഘട്ടത്തിന് നമുക്ക് 3 ആയിട്ട് തരംതിരിക്കാം. ഒന്നാമത്തെ ഘട്ടമാണ് ജീവസ്ഫുരണ ഘട്ടം. എന്താണ്? ജീവസ്ഫുരണ ഘട്ടം, അല്ലെങ്കിൽ വേറൊരു പേരിട്ട് വിളിക്കാം ബീജാങ്കുരണ ഘട്ടം. എന്താണ് മക്കളെ? ബീജാങ്കുരണ ഘട്ടം. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരമ്മയുടെ ഗർഭപാത്രത്തിൽ മുട്ടയിടുന്ന സമയം തൊട്ട്, അതായത് 0 മുതൽ 2 വീക്സ്, ഓർത്തോളുക, മറക്കരുത്, ഗർഭപാത്രത്തിലാണ്, അല്ലെ? ജനിക്കുന്നതിന് മുമ്പാണ്. ആദ്യ 2 ആഴ്ചകാലം അറിയപ്പെടുന്ന പേരാണ് എന്ത്? ജീവസ്ഫുരണ ഘട്ടം അഥവാ ബീജാങ്കുരണ ഘട്ടം. ഇനി വരുന്ന രണ്ടാമത്തെ ഘട്ടമാണ് ഭ്രൂണഘട്ടം. രണ്ടാമത്തെ ഘട്ടം ഭ്രൂണഘട്ടം. 2 ആഴ്ച മുതൽ 2 മാസം വരെയുള്ള ഘട്ടത്തെ അറിയപ്പെടുന്ന പേരാണ് ഭ്രൂണഘട്ടം എന്നറിയപ്പെടുന്നത്, അല്ലെ? നമുക്കറിയാം ആദ്യത്തെ സ്കാനിങ് നടക്കുന്നത് 1.5 മാസത്തോടു കൂടിയാണ്, അല്ലെ? ആ 1.5 മാസത്തെ സ്കാനിങ്ങിൽ നമുക്കറിയാം നമ്മൾ വഹിക്കുന്നത് വെറും ഒരു മാംസപിണ്ഡമാണോ അതോ ജീവനുള്ളൊരു കുട്ടിയാണോ എന്നത്. ആ ഘട്ടമാണ് ഏത്? 2 ആഴ്ച മുതൽ 2 മാസം വരെ വരുന്ന ഘട്ടം അറിയപ്പെടുന്ന പേര് ഭ്രൂണഘട്ടം എന്നാണ്. ഇനി വരുന്ന മൂന്നാമത്തെ ഘട്ടമാണ് ഗർഭസ്ഥ ശൈശവം. ഏതാണ്? ഗർഭസ്ഥ ശൈശവം എന്നറിയപ്പെടുന്നു. ഈ 2 മാസം മുതൽ ബൈ ബർത്ത് വരെ, ജനനം വരെ, പുറത്തേക്ക് വരുന്നത് വരെയുള്ള ഘട്ടം അറിയപ്പെടുന്ന പേരാണെന്ത്? ഗർഭസ്ഥ ശൈശവം. ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു കുട്ടിയുടെ വളർച്ച അല്ലെങ്കിൽ വികസനം പൂർണ്ണമാകുന്ന, ഗർഭപാത്രത്തിൽ വെച്ച് പൂർണ്ണമാകുന്ന ഘട്ടം ഏതാണ്? ഗർഭസ്ഥ ശൈശവം. ഒരു ക്വസ്റ്റ്യൻ കൂടെ ചോദിക്കട്ടെ. ഗർഭിണികളായ പെൺകുട്ടികളെ എന്തിനാണ് 7-ാം മാസം കൂട്ടിക്കൊണ്ടു പോകുന്നത്? നമ്മൾ പറയും അതൊരു ആചാരമാണ്, അല്ലെ? നമ്മുടെ പിതാമഹന്മാര് മുതൽ ആചരിക്കുന്ന ഒരു ആചാരമാണ്, അതുകൊണ്ട് നമ്മൾ തുടർന്നു പോകുന്നു എന്ന് പറയും. പക്ഷെ അതിന് പിന്നിൽ ഒരു സൈക്കോളജി ഉണ്ട്. എന്താണ്? ഒരു പെൺകുട്ടിക്ക് ഏറ്റവും സേഫ് അല്ലെങ്കിൽ സന്തോഷം തരുന്ന സ്ഥലം എപ്പോഴും ഏതാണ്? ആ പെൺകുട്ടി ജീവിച്ച് വളർന്ന സാഹചര്യവും സ്വന്തം അമ്മ അച്ഛന്റെ മടിത്തട്ടുമാണ്, അല്ലെ? ആ സന്തോഷം അവൾക്ക് കിട്ടുന്നത് വഴി അതിൽ ആർക്കും പങ്കുണ്ട്? ആ കുഞ്ഞിനും കിട്ടും സന്തോഷം. അപ്പൊ അവന്റെ മാനസിക വളർച്ചയ്ക്ക് ആ സന്തോഷം ഒരു പ്രധാനമാണ്. അതുകൊണ്ടാണ് മെയിൻലി നമ്മൾ 7-ാം മാസത്തിലൊക്കെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. അതായത് ഈ ഒരു കാലഘട്ടത്തിൽ കുട്ടിയുടെ, കുഞ്ഞിന്റെ, ഭ്രൂണത്തിന്റെ എന്താണ് ബുദ്ധിയും മാനസികപരമായ വളർച്ച, വികസനം നടക്കുന്ന ഘട്ടം മെയിൻ ആയിട്ട് ഏതാണ്? ഗർഭസ്ഥ ശൈശവമാണ്. ഒരമ്മയുടെ മാനസിക വികാര വിചാരങ്ങൾ, സന്തോഷങ്ങൾ, പോഷകാഹാരങ്ങൾ, പോഷകാഹാര കുറവുകൾ എല്ലാം ഒരു കുട്ടിയെ ബാധിക്കുന്ന സ്റ്റേജാണ് ഏത്? ഗർഭസ്ഥ ശൈശവം. ഇതെല്ലാം ഉള്ളത് കൊണ്ടാണ് ഒരു ഗർഭിണി എന്ന് പറയുന്ന ഒരു സ്ത്രീയെ നമ്മൾ എന്ത് ചെയ്യുന്നത്? കെയറിംഗ് ആയിട്ട് കൊണ്ടു നടക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ വികസന ഘട്ടത്തിലെ ഒന്നാമത്തെ ഘട്ടം ഏതാണ്? ജനന പൂർവഘട്ടം. പഠിക്കുമ്പോൾ നിങ്ങൾ മറക്കാതെ പഠിച്ചോണം. വികസനം എന്ന് പറയുന്നത് ഗർഭാവസ്ഥ മുതൽ മരണം വരെയുള്ള പ്രോസസ് ആണ്. പഠനമാണ് ജനനം മുതൽ മരണം വരെ നടക്കുന്ന ഒന്ന്. ഓക്കെ അല്ലേ? അപ്പൊ ഒന്നാമത്തത് ജനന പൂർവഘട്ടം, 280 ഗർഭകാലയളവ്. അതിൽ വരുന്ന 3 ഘട്ടങ്ങൾ ജീവസ്ഫുരണ ഘട്ടം അല്ലെങ്കിൽ ബീജാങ്കുരണ ഘട്ടം, 2 ഭ്രൂണഘട്ടം, 3 ഗർഭസ്ഥ ശൈശവം. ഓക്കെ അല്ലേ? 280 ദിവസം കഴിഞ്ഞു, നമ്മുടെ കുഞ്ഞിതാ പുറത്തേക്ക് വന്നു. പുറത്തേക്ക് വന്നാൽ വരുന്ന ആദ്യത്തെ വികസന ഘട്ടം ഏതാണ്? ഒന്ന് പറഞ്ഞേ. നമ്മുടെ കുഞ്ഞു പുറത്തേക്ക് വന്നാൽ വരുന്ന ആദ്യ വികസന ഘട്ടം ശൈശവമാണ്, അല്ലെ? ശൈശവം. ഏതാ? ജനനം മുതൽ 3 വർഷക്കാലം
കാലമാണ് ശൈശവം എന്ന പേരിൽ നമ്മൾ പറയുന്നത്. ഏതാണ്? ജനിച്ച് 3 വർഷക്കാലം. ഓർത്തോളുക, ജനിച്ച് ആദ്യ 2 ആഴ്ചക്കാലം. ഇതൊക്കെ PSC എക്സാമിനൊക്കെ വന്നിട്ടുള്ളതാണ്. ഈ വളർച്ചാ വികസനം എന്ന ടോപ്പിക്കില് ഏറ്റവും കൂടുതൽ സ്ട്രെസ് ചെയ്യേണ്ടത് ഏജ് ലിമിറ്റ് ആണ് കേട്ടോ. അപ്പൊ ഓർത്തോളുക, ശൈശവം ജനനം മുതൽ 3 വർഷക്കാലമാണെങ്കിൽ ജനിച്ച് ആദ്യ 2 ആഴ്ചക്കാലം ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? അതിനൊരു പേരുണ്ട്, അതാണ് നിയോനേറ്റൽ പീരീഡ്. എന്തെന്നാ അറിയപ്പെടുന്നത്? നിയോനേറ്റൽ പീരീഡ്. ജനിച്ച് കേട്ടോ, ജനനത്തിന് മുമ്പ് 2 ആഴ്ചക്കാലം ഏതായിരുന്നു? ബീജാങ്കുരണ ഘട്ടമാണ് അല്ലെ. ജനിച്ച് ആദ്യ 2 ആഴ്ചക്കാലം അറിയപ്പെടുന്ന പേര് നിയോനേറ്റൽ പീരീഡ് എന്നാണ്. ഇനി അതിനുശേഷം 2 ആഴ്ച മുതൽ 3 വയസ്സ് വരെ അറിയപ്പെടുന്ന ഒരു പേരുണ്ട്, അതാണ് ബേബിഹുഡ്. മറക്കരുത്, ഏതാണ്? ബേബിഹുഡ്. ജനിച്ച് ആദ്യ 2 ആഴ്ചക്കാലം അറിയപ്പെടുന്ന പേര് നിയോനേറ്റൽ പീരീഡ്, അല്ലെങ്കിൽ നമുക്ക് ന്യൂ ബോൺ ബേബി ഏജ് എന്ന് കൂടി പറയാം കേട്ടോ. നിയോനേറ്റൽ പീരീഡ്. ജനിച്ച് 2 ആഴ്ച മുതൽ 3 വർഷം വരെയുള്ള കാലയളവ് അറിയപ്പെടുന്ന പേര് ബേബിഹുഡ് എന്നാണ്. ജനിച്ചു 3 വർഷത്തെ കാലയളവ് കഴിഞ്ഞു. നമുക്കറിയാം, ഈ 3 വർഷം കുഞ്ഞുങ്ങൾക്ക് വികാരങ്ങൾ എക്സ്പ്രസ് ചെയ്യാൻ ഒരേ ഒരു മാർഗം. ഏതാണത്? കരച്ചിൽ അല്ലെ. കരച്ചിലൂടെ മാത്രമേ കുട്ടിക്ക് തന്റെ വികാരങ്ങള് അമ്മയെയോ അച്ഛനെയോ മറ്റാരെങ്കിലും അറിയിക്കാൻ സാധിക്കത്തുള്ളൂ. 3 വർഷങ്ങൾക്ക് ശേഷം അടുത്ത വികസന സ്റ്റേജ് വരുന്നു, അതാണ് ഇത്? ആദ്യ ബാല്യകാലം അല്ലെ. അടുത്ത സ്റ്റേജ് ഏതാണ്? ആദ്യ ബാല്യകാലം. അതിന്റെ ഏജ് നിങ്ങൾക്ക് അറിയാമോ? ഒന്ന് ആലോചിച്ചേ. 0 to 3 ശൈശവമാണെങ്കിൽ അടുത്ത സ്റ്റാർട്ട് ചെയ്യുന്ന എവിടുന്ന? 3 to 6 അല്ലെ. 3 to 6 ഏജ് ലിമിറ്റിന് നമ്മൾ പറയുന്ന വികസന ഘട്ടത്തിന്റെ പേരെന്താണ്? ആദ്യ ബാല്യകാലം. ഇതും നമ്മുടെ PSC ഒത്തിരി ക്വസ്റ്റ്യൻസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. ഈ ആദ്യ ബാല്യകാലത്തിന് ഇത് കൂടാതെ കുറെ പേരുകളുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഒന്നാമത്തെ പേര്, കുട്ടികള് കൂടുതലും കളിക്കുന്ന പ്രായമാണ്. ഏത് എന്ന് പറയുന്നത്? ആദ്യ ബാല്യകാലം. കളിക്കാൻ കൂട്ടുകാരുണ്ടോ അവർക്ക്? ഇല്ല അല്ലെ. അവർ കളിക്കാനായിട്ട് കൂടുതലും ഡിപ്പെൻഡ് ചെയ്യുന്ന ആരെയാണ്? കളിപ്പാട്ടങ്ങളെയാണ്. അപ്പൊ നമുക്ക് ഈ വികസന ഘട്ടത്തെ ഒന്നാമത്തെ പേരിട്ട് വിളിക്കാം. എന്താണ്? കളിപ്പാട്ടങ്ങളുടെ കാലം. എന്ത് പേരിട്ട് വിളിക്കാം? കളിപ്പാട്ടങ്ങളുടെ കാലം. ഒന്നാമത്തെ പേര് കിട്ടി. ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, കളിപ്പാട്ടങ്ങളുടെ കാലം എന്നറിയപ്പെടുന്ന വികസന ഘട്ടമേത്? പക്ഷെ ഓപ്ഷൻ ഏജ് ലിമിറ്റ് ആയിരുന്നു. ഏജ് ലിമിറ്റ് മറക്കാതെ പഠിച്ചോളുക. ബാല്യകാലം ഏജ് ലിമിറ്റ് 3 to 6 ആണ്. അറിയപ്പെടുന്ന ഒരു പേര് കളിപ്പാട്ടങ്ങളുടെ കാലം. ഇനിയുമുണ്ട് പേരുകൾ. കുട്ടി സ്കൂളിൽ പോകുന്ന കാലമാണോ? അല്ല അല്ലെ. അച്ഛന്റെ അമ്മയുടെയും കൈച്ചൂടിൽ വളരുന്ന കാലമാണ്. അതുകൊണ്ട് ആദ്യ ബാല്യകാലത്തിന്റെ അടുത്ത പേര് വിദ്യാലയ പൂർവഘട്ടം. സ്കൂളിലേക്ക് പോയിട്ടില്ല കുട്ടി, അതുകൊണ്ട് നമുക്ക് ഇതിന് എന്ത് പേര് കൊടുക്കാം? വിദ്യാലയ പൂർവഘട്ടം എന്ന പേരിൽ കൂടി നമുക്ക് ഈ വികസന ഘട്ടത്തെ അറിയപ്പെടും. ഇനിയുമുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചോണം. 3 വയസ്സ് മുതൽ 6 വയസ്സുള്ള കുട്ടി എങ്ങനെയാ പറയുക? ഉണ്ണിക്കുട്ടന്റെ അമ്മ അല്ലെ, ഉണ്ണിക്കുട്ടന്റെ അച്ഛൻ, ഉണ്ണിക്കുട്ടന്റെ ബാവ, ഉണ്ണിക്കുട്ടനെ വിശക്കുന്നു, അങ്ങനെയല്ലേ പറയത്തുള്ളൂ. സ്വന്തം കാര്യം അല്ലെ, അഹമാണ് കൂടുതൽ അവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ കാലത്തിൽ നമുക്ക് അടുത്ത പേര് കൊടുക്കാം ആത്മരതിയുടെ ഘട്ടം. എന്താണ്? ആത്മരതിയുടെ ഘട്ടം എന്ന പേരിട്ട് വിളിക്കാം. അപ്പൊ 3 പേരല്ലേ? ഏതൊക്കെയാണ് ഇത്? 3ഉം ആദ്യ ബാല്യകാലത്തിന്റെ മറ്റൊരു വിളിപ്പേരുകളാണ്. 1 കളിപ്പാട്ടങ്ങളുടെ കാലം, 2 വിദ്യാലയ പൂർവഘട്ടം, 3 ആത്മരതിയുടെ കാലം അല്ലെങ്കിൽ ആത്മരതിയുടെ ഘട്ടം എന്ന് വിളിക്കാം. കുട്ടിക്ക് കൂട്ടുകാരുണ്ടാവുന്നുണ്ടോ? ഇല്ല. അവൻ സംഘബന്ധങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങുന്നതേ ഉള്ളൂ അല്ലെ. കൂട്ടുകൂടാൻ പഠിക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് മറ്റൊരു പേര് കൂടി കൊടുക്കാം, സംഘബന്ധ പൂർവകാലം. എന്ത് പേര് കൂടെ കൊടുക്കാം? സംഘബന്ധ പൂർവകാലം എന്ന പേര് കൂടിയിട്ട് നമുക്ക് എന്തിനെ വിളിക്കാം? ആദ്യ ബാല്യകാലത്തെ വിളിക്കാം. ഓക്കെ അല്ലേ?
ഓർത്തോളുക, വികസന ഘട്ടത്തിന്റെ 2 സ്റ്റേജുകൾ പഠിച്ചു അല്ലെ. ഒന്നാമത്തത് ജനനത്തിന് മുൻപുള്ള ഘട്ടം, 2 ജനിച്ചു വന്ന ആദ്യ ഘട്ടം, ശൈശവം പഠിച്ചു. അതിനുശേഷം പഠിക്കുന്ന ഏതാണ്? 3 മുതൽ 6 വരെയുള്ള ഏജ് ലിമിറ്റ്, ആദ്യ ബാല്യകാലം. വിളിപ്പേരുകൾ ഓർത്തോളുക: കളിപ്പാട്ടങ്ങളുടെ കാലം, വിദ്യാലയ പൂർവഘട്ടം, ആത്മരതിയുടെ ഘട്ടം, സംഘബന്ധ പൂർവകാലം. സിഗ്മണ്ട് ഫ്രോയിഡിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ആരാണ് സിഗ്മണ്ട് ഫ്രോയിഡ് എന്ന് പറഞ്ഞാല്? ആധുനിക മനഃശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആര്? സിഗ്മണ്ട് ഫ്രോയിഡ്. അദ്ദേഹം ഒരു കൺസെപ്റ്റ് പറയുന്നത് നമ്മുടെ വികസന ഘട്ടത്തിലെ ആദ്യ ബാലകാലവുമായി ബന്ധപ്പെടുത്തി ഒരു കൺസെപ്റ്റ് പറയുന്നുണ്ട്. ഒന്നിതാണ്, ഈ പ്രായത്തില് ആൺകുട്ടികൾക്ക് അമ്മയോടും പെൺകുട്ടികൾക്ക് അച്ഛനോടും ഒരു അറ്റാച്ച്മെന്റ് തോന്നും അല്ലെ. അതെന്താണ്? ആൺകുട്ടിക്ക് അമ്മയോടുള്ളത് ഏത് കോംപ്ലക്സാ? ഈഡിപ്പസ് കോംപ്ലക്സും പെൺകുട്ടിക്ക് അച്ഛനോടുള്ളത് ഇലക്ട്ര കോംപ്ലക്സുമാണ്. ഇത് രണ്ടും വർക്ക്ഔട്ട് ചെയ്യുന്ന ഏജ് ലിമിറ്റ് അല്ലെങ്കിൽ വികസന ഘട്ടം ചോദിച്ചാൽ നമ്മൾ ഏതാ പറയേണ്ടത്? ആദ്യ ബാല്യകാലം പറയണം. ഓക്കെ ആണോ? സിഗ്മണ്ട് ഫ്രോയിഡ് പറയുന്ന ഏതാണ് കൺസെപ്റ്റ്? ആൺകുട്ടിക്ക് അമ്മയോടും പെൺകുട്ടിക്ക് അച്ഛനോടും ഉണ്ടാകുന്ന ഒരു അറ്റാച്ച്മെന്റ്. അത് പറയുന്ന വികസന ഘട്ടം ഏതാണ്? ആദ്യ ബാല്യകാലം. 3 to 6 ഏജ് ലിമിറ്റിലാണ് വരുന്നത്. പറഞ്ഞിരിക്കുന്നത് ആരാണ്? സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. അദ്ദേഹം ആരാണ്? ആധുനിക മനഃശാസ്ത്രത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നു. എന്നാൽ മനഃശാസ്ത്രത്തിന്റെ പിതാവ് ആരാണ്? വില്യം വൂണ്ടാണ് അല്ലെ. PSC നൽകിയിരിക്കുന്ന ഒരു കൺസെപ്റ്റ് അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആധുനിക മനഃശാസ്ത്രത്തിന്റെ പിതാവ് സിഗ്മണ്ട് ഫ്രോയിഡ് എന്ന് പറയുന്നത്. ഇത്രയോ ഓക്കെ അല്ലേ? നമുക്ക് നോക്കിക്കോ, ഈ ആദ്യ ബാല്യകാലത്തിലാണ് കുട്ടികള് ചെറിയ ചെറിയ വാക്കുകൾ വെച്ച് എന്ത് പറയുന്നു? വലിയ വലിയ ചെറിയ ചെറിയ അക്ഷരങ്ങൾ വെച്ച് വലിയ വലിയ സെന്റൻസുകൾ സംസാരിക്കാൻ തുടങ്ങുന്നു. പടം കണ്ടുകൊണ്ട് കഥ പറയാൻ പഠിക്കുന്നു, സംസാരിക്കാൻ പഠിക്കുന്നു, കൂട്ടുകൂടാൻ പഠിക്കുന്നു. എല്ലാ ആക്ടിവിറ്റീസും തുടക്കം കുറിക്കുന്നത് എവിടെ നിന്നാണ്? ആദ്യ ബാല്യകാലത്തിൽ നിന്നാണ്. ഓക്കെ അല്ലേ? അപ്പൊ 3 to 6 കഴിഞ്ഞു. അടുത്ത് വരുന്ന വികസന ഘട്ടം ഏതാണ്? അടുത്ത് വരുന്ന വികസന ഘട്ടമാണ് പിൽക്കാല ബാല്യം. അടുത്ത് വരുന്ന വികസന ഘട്ടം ഏതാണ്? പിൽക്കാല ബാല്യം. ഏജ് ലിമിറ്റ് എത്രയായിരിക്കും? 6 മുതൽ 12 വയസ്സ് വരെ അല്ലെ. 6 മുതൽ 12 വയസ്സ് വരെയുള്ള വികസന ഘട്ടത്തെ നമുക്ക് എന്ത് പേരിട്ട് വിളിക്കാം? പിൽക്കാല ബാല്യം. അതിനിടയ്ക്ക് ഒരെണ്ണം കൂടിയുണ്ട്. 6 മുതൽ 9 വയസ്സ് വരെയുള്ള വികസന ഘട്ടത്തെ നമുക്ക് മറ്റൊരു പേരിട്ട് വിളിക്കാം. അതാണ് മധ്യകാല ബാല്യം എന്ന് വിളിക്കാം. ഇത് രണ്ടും കൂടി ഒന്നിച്ചു ചേർക്കാൻ ഞങ്ങൾക്ക് പറഞ്ഞിരിക്കുന്നത് ഏത് പേര്? പിൽക്കാല ബാല്യം. അതിൽ എന്തും ഉൾപ്പെടും? മധ്യകാല ബാല്യവും കൂടി ഉൾപ്പെടും. എന്നാലും മധ്യകാല ബാല്യത്തിന്റെ ഏജ് ലിമിറ്റ് ചോദിക്കുവാണെങ്കിൽ ഓർത്തോളുക 6 to 9 ആണ്. പിൽക്കാല ബാല്യത്തിന്റെ ഏജ് ലിമിറ്റ് 6 മുതൽ 12 വരെയാണ്. നമ്മൾ പറഞ്ഞിരുന്നു ആദ്യ ബാല്യകാലത്തിന് കുറച്ച് വിളിപ്പേരുകൾ പഠിച്ചു അല്ലേ. അതുപോലെ തന്നെ പിൽക്കാല ബാല്യത്തിനുമുണ്ട് കുറച്ച് വിളിപ്പേരുകൾ. ഒന്നാമത്തെ നമുക്ക് നോക്കാം. 3 to 6 വയസ്സ് കുട്ടിയാണെങ്കിൽ സ്കൂളിൽ പോകില്ല അല്ലെ. പോകാനായിട്ടുള്ള പ്രിപ്പറേഷൻ ആണ്. പക്ഷെ 6 വയസ്സാകുമ്പോൾ അവൻ എവിടെ എത്തി? 1ാം ക്ലാസ്സിലേക്ക് എത്തേണ്ട പ്രായമായി. അപ്പൊ നമുക്ക് ഈ വികസന ഘട്ടത്തിന് ഒന്നാമത്തെ പേര് കൊടുക്കാം. എന്താണ്? പ്രാഥമിക വിദ്യാലയ ഘട്ടം. എന്താണ്? പ്രാഥമിക വിദ്യാലയ ഘട്ടം. വിദ്യാലയ പൂർവ്വഘട്ടം ഏതായിരുന്നു? ആദ്യ ബാല്യകാലമാണെങ്കിൽ പ്രാഥമിക വിദ്യാലയ ഘട്ടം എന്നറിയപ്പെടുന്ന വികസന ഘട്ടം ചോദിച്ചാൽ അത് ഏതാണ്? പിൽക്കാല ബാല്യമാണ്. ഏജ് ലിമിറ്റ് ചോദിച്ചാൽ ഏജ് എത്രയാണ്? 6 മുതൽ 12 വയസ്സ് വരെയാണ്. ശരി, സ്കൂളിൽ പോയി തുടങ്ങി അല്ലെ. അപ്പൊ നോർമലി അവൻ എന്തുണ്ടാകും? കൂട്ടുകാരും ഉണ്ടാകും. കൂട്ടുകാരുണ്ടാകുമ്പോൾ നമ്മള് ആദ്യ ബാല്യകാലത്തിൽ പഠിച്ചു സംഘബന്ധ പൂർവ്വകാലമാണെന്ന് പഠിച്ചു. അങ്ങനെയെങ്കിൽ ഇവിടെ വരുമ്പോഴെന്തായി? സംഘബന്ധങ്ങളുടെ കാലം എന്ന പേര് നമുക്ക് എവിടെ കൊടുക്കാം? പിൽക്കാല ബാല്യത്തിൽ കൊടുക്കാം. എന്താണ്? സംഘബന്ധങ്ങളുടെ കാലം. സംഘബന്ധ പൂർവ്വകാലം ഏതാണ്? ആദ്യ ബാല്യകാലമാകുമ്പോൾ സംഘബന്ധങ്ങളുടെ കാലം എന്നറിയപ്പെടുന്നത് ഏതാണ്? പിൽക്കാല ബാല്യമാണ്. ഇനി ഒരു പേര് കൂടിയിട്ട് നമുക്ക് പതിയെ വിളിക്കാം.
അതായത് വീട്ടിൽ നിന്നും അല്ലെ, വീട് എന്ന അന്തരീക്ഷത്തിൽ നിന്നും കുട്ടി നേരെ പോകുന്ന എങ്ങോട്ടേക്കാ? പുതിയ ഒരു അന്തരീക്ഷത്തിലേക്കാ. സ്കൂൾ അല്ലെ, അധ്യാപകർ, കൂട്ടുകാര്, പിരീഡുകള് അല്ലെ, മണിയൊച്ചകള് തുടങ്ങിയ ഒരു സാഹചര്യത്തിലേക്കാണ് അവൻ പോകുന്നത്. അപ്പോൾ വീട് എന്ന സാഹചര്യത്തിൽ നിന്നും അടുത്ത ഒരു സാഹചര്യത്തിലേക്ക് മാറുമ്പോൾ അതുമായിട്ട് അവൻ എന്ത് ചെയ്യണം? പൊരുത്തപ്പെടണം. പൊരുത്തപ്പെടണ്ടേ? പൊരുത്തപ്പെടണം. അപ്പൊ നമുക്കൊരു വേറൊരു പേര് കൂടി ഇതിന് കൊടുക്കാം. ആ പേരാണ് പൊരുത്തപ്പെടലിന്റെ കാലം. എന്താണ്? പൊരുത്തപ്പെടലിന്റെ കാലം. പൊരുത്തപ്പെടലിന്റെ കാലം എന്നറിയപ്പെടുന്ന വികസന ഘട്ടം ഏതെന്ന് ചോദിച്ചാൽ നമ്മൾ ഏത് പറയുക? പിൽക്കാല ബാല്യമാണെന്ന് പറയുക. ഏജ് ലിമിറ്റ് 6 മുതൽ 12 വരെ. കിട്ടിയത്രേ. എന്തൊക്കെ പേരുണ്ട്? പ്രാഥമിക വിദ്യാലയ ഘട്ടം, സംഘബന്ധ ഘട്ടം. പൂർവ്വഘട്ടമാണോ? അല്ല, സംഘബന്ധങ്ങളുടെ കാലം, പൊരുത്തപ്പെടലിന്റെ കാലം. ഇനി നമ്മൾ ഇവിടെ നോക്കിക്കേ, 6 മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടി, 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി. അവനോട് നമ്മൾ ചോദിക്കുകയാണ്, നിന്റെ ക്ലാസ്സിൽ ഒരു രേണു എന്നുള്ള സുന്ദരി കുട്ടിയില്ലേടാ, നീയും അവൻ തമ്മിൽ എന്താ കണക്ഷൻ? ഉടനെ അവൻ എന്ത് പറയും? അയ്യേ, നിങ്ങൾക്ക് അറിയത്തില്ല, അവൾ വേറെ കൂട്ടാ, ഞാൻ വേറെ കൂട്ടാ. അവൾ പെണ്ണാണ്, ഞാൻ ആണാണെന്ന് പറയും അല്ലെ. അപ്പൊ അവർക്ക് എന്താ? അവരുടേതായ സ്വന്തം കൂട്ടുകാരുമൊത്ത് കൂട്ടുകൂടാനാ ഇഷ്ടം. അവരൊരിക്കലും ഒരു പെൺ സുഹൃത്തുമായിട്ടുള്ള കൂട്ട് ആഗ്രഹിക്കുന്നില്ല. ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് നമുക്ക് ഈ ഘട്ടത്തിന് മറ്റൊരു പേര് കൂടി കൊടുക്കാം. അതാണ് അന്തർലീന ഘട്ടം. എന്താണ്? അന്തർലീന ഘട്ടം. സ്വന്തം ജെൻഡറുമായിട്ടുള്ള കൂട്ടുകെട്ടാണ് അവരിവിടെ കൂടുതലും പ്രിഫർ ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ ഘട്ടത്തിന് മറ്റൊരു പേര് കൂടെ കൊടുക്കാം. അന്തർലീന ഘട്ടം എന്ന് വിളിക്കുന്നു. ഓക്കെ ആണല്ലോ? പിൽക്കാല ബാല്യം ഓക്കെ ആണല്ലോ? ഓർത്ത് വയ്ക്കുക. പെട്ടെന്ന് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും താരതമ്യപ്പെടുത്തി പഠിക്കാം. ആദ്യ ബാല്യകാലമാകുമ്പോൾ സ്കൂളിൽ പോകുന്നില്ല, അപ്പൊ അത് വിദ്യാലയ പൂർവ്വകാലം. ഇവിടെ നമ്മൾ സ്കൂളിൽ പോകുന്നു. പേരെന്താ? പ്രാഥമിക വിദ്യാലയ ഘട്ടം അല്ലെ. ആദ്യ ബാല്യത്തിൽ കൂട്ടുകാരില്ല, അപ്പോൾ എന്തായി? സംഘബന്ധ പൂർവ്വകാലമായി. പിൽക്കാലം വന്നപ്പോൾ കൂട്ടുകാരായി, സംഘബന്ധങ്ങളുടെ കാലം എന്നാണ് അല്ലെ. അടുത്തത് എന്താണ്? വീടാണ്. അത് പൊരുത്തപ്പെട്ട് വരണം സ്കൂളിലോട്ട് പോകുമ്പോൾ. അപ്പൊ നമുക്ക് മറ്റൊരു പേര് കൂടി കൊടുക്കാം. പൊരുത്തപ്പെടലിന്റെ കാലം. ആദ്യ ബാല്യത്തില് ഉണ്ണിക്കുട്ടന്റെ അമ്മ, ഉണ്ണിക്കുട്ടന്റെ അച്ഛൻ സ്വന്തം കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തു. ഇവിടെ വന്നപ്പോൾ അതെല്ലാം മാറി. എന്താണ്? കൂട്ടുകാരായി അല്ലെ, സ്കൂളുകളായി, കൂട്ടുകൂടലുകളായി. അപ്പോൾ അവൻ അത് മറന്നു തുടങ്ങി. പിന്നെ ഒന്നോർക്കും സ്വന്തം ജെൻഡറുമായിട്ട് കൂട്ടുകൂടാൻ. അതുകൊണ്ട് നമുക്ക് ഇവിടെ പേര് കൊടുക്കാം. അന്തർലീന ഘട്ടം എന്ന പേരിട്ട് വിളിക്കാം. പിന്നീട് ആലോചിച്ച് നോക്കിക്കേ, ശിശുവായിരുന്ന സമയത്ത്, ആദ്യകാലമായിരുന്ന സമയത്ത് ശാഠ്യം, നിർബന്ധം, വാശി ഇതെല്ലാം ഈ സമയത്ത് എന്താവും? മാറി വരാൻ തുടങ്ങും അല്ലെ. ഭാഷകൾ ഉപയോഗിച്ച് കൃത്യമായി പ്രൊനൗൺസ് ചെയ്യുവാനും അതുപോലെ തന്നെ ഭാവന ചിന്തയൊക്കെ പതിയെ പതിയെ വളരുവാനും നല്ല എന്താ പറയാ കൃത്യമായിട്ട് വാക്കുകൾ ഉച്ചരിക്കുവാനും പഠിക്കുന്ന ഒരു പ്രായമാണ് ഏത്? പിൽക്കാല ബാല്യം. അധികമായി കരയാൻ പാടില്ല, കരഞ്ഞിട്ടും വലിയ കാര്യമൊന്നുമില്ല, അച്ഛൻ കേൾക്കില്ല എന്നൊക്കെ മനസ്സിലാകുന്നതും കൈകാലിട്ടടിച്ച് കരയുന്നതും ഒക്കെ നിർത്തുന്ന ഒരു പ്രായം കൂടിയാണ് ഏത്? പിൽക്കാല ബാല്യം എന്നറിയപ്പെടുന്നത്. നിങ്ങൾക്ക് അല്ലേ ഇനി വരുന്ന അടുത്ത ഘട്ടം അതൊരു എന്താണ്? ഒരു ബോംബ് കാലമാണ് അല്ലെ. നമ്മുടെ ജീവിതത്തിലെ ഒരു ബോംബ്, മിനി ബോംബ് എന്ന് പറയുന്ന ഒരു കാലഘട്ടമാണ്. ആ കാലഘട്ടത്തെ കുറിച്ച് നമുക്കറിയണ്ടേ? അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ അറിയാം. ഓക്കെ അല്ലേ? ഇതുവരെയുള്ള സമ്മപ്പ് ചെയ്ത് എന്താണ് വളർച്ച വികസനം എന്ന് പറയുന്നത്? വളർച്ച ശാരീരികവും ഘടനാപരവുമാണെങ്കിൽ വികസനം സമഗ്രമാണ് അല്ലെ. ഒരു വ്യക്തിയുടെ ഓവറോൾ ചേഞ്ചസിനെയാണ് നമ്മൾ വികസനം എന്ന് വിളിക്കുന്നത്. അതിൽ തന്നെ വികസന ഘട്ടങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. വികസന ഘട്ടം ഓർക്കുക. വികസനം ആരംഭിക്കുന്നത് ഒരിക്കലും നിങ്ങൾ മറക്കരുത്. വികസനം ആരംഭിക്കുന്നത് ജനനം മുതലല്ല, പിന്നെ ഗർഭകാലം മുതലാണ്. ഗർഭാവസ്ഥ മുതൽ മരണം വരെയുള്ള പ്രോസസ്സാണ് വികസനം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ വികസനം ആരംഭിക്കുന്നത് ഗർഭ പൂർവ്വഘട്ടത്തിൽ അല്ലെങ്കിൽ ജനന പൂർവ്വഘട്ടത്തിൽ ആരംഭിക്കും. അതിന് നമുക്ക് 3ആയിട്ട് തിരിക്കാം. ബീജാങ്കുരണ ഘട്ടം, ഭ്രൂണഘട്ടം, ഗർഭസ്ഥ ശൈശവം. പുറത്തേക്ക് വന്നാലുള്ളത് ശൈശവം. പേരുകൾ നമ്മൾ പഠിച്ചു അല്ലെ. രണ്ടാമത് വരുന്നത് ആദ്യ ബാല്യകാലം. അതിന്റെ പ്രത്യേകതകളും നമ്മൾ പഠിച്ചു. ലാസ്റ്റ് വരുന്നത് ലാസ്റ്റ് അല്ല, ഇന്നത്തെ ക്ലാസിന്റെ ലാസ്റ്റ് വരുന്നത് ഏതാണ്? പിൽക്കാല ബാല്യം. ഓക്കെ ആണല്ലോ?
ബാക്കിയുള്ള വികസന ഘട്ടങ്ങൾ അടുത്തു വരുന്ന വീഡിയോകളിൽ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങളുടെ വിജയം ഉറപ്പാക്കുവാൻ വേണ്ടി ഞങ്ങളോടൊപ്പം നിങ്ങളും കൈകോർക്കുക. താഴെ നമ്പറുണ്ട്, നിങ്ങൾക്ക് ബന്ധപ്പെടാം. ഓൺലൈനായിട്ടും ഓഫ്ലൈൻ ആയിട്ടും നമുക്ക് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കുന്നതാണ്. വിജയം, അധ്യാപിക എന്നൊരു സ്വപ്നം സാക്ഷാത്കരിക്കണമെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഞങ്ങളോടൊപ്പം പങ്കാളികളാകുക. അപ്പൊ എല്ലാവർക്കും നമസ്കാരം.